ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. UK-ലെ വ്യത്യസ്തമായ ബിസിനസ്സുകളും ബിസിനസ്സുകാരെയും പരിചയപ്പെടുത്തുന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോർത്താംപ്ടണിലുള്ള സീ ഫിഷ് ഹബിലേക്കാണ് പോകുന്നത്. ഇതിനോടകം തന്നെ വൈറലായ ഈ സീ ഫിഷ് ഹബിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സീ ഫിഷ് ഹബിലേക്ക് സ്വാഗതം. UK-യിൽ മലയാളി നടത്തുന്ന ഒരു മീൻ കട ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇംഗ്ലീഷുകാരുൾപ്പെടെ എല്ലാവരും കാലത്ത് മുതൽ ബിസി ആയിരിക്കുന്ന ഷോപ്പാണിത്. ഞാനതിൻ്റെ ഉള്ളിലെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. മീൻ കച്ചവടം എന്താണെന്ന് ഇവിടെ വന്ന് കണ്ടുപഠിക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അത്രമാത്രം റഷാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒഴിവുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനുകളും ഇവിടെ ഫ്രഷായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിപ്പോൾ അയിലയായാലും ചാളയായാലും കരിമീനായാലും കൊഞ്ചായാലും ആവൂലിയായാലും മത്തിയായാലും കക്കയായാലും ഞണ്ടായാലും കൊഴുവയായാലും ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് ഇവിടെ മലയാളി കസ്റ്റമേഴ്സ് മാത്രമല്ല, ഇംഗ്ലീഷുകാരുണ്ട്. എല്ലാ ലോകത്തിൻ്റെ ഇവിടെ ജീവിക്കുന്ന എല്ലാ ആളുകളും രാവിലെ മുതൽ ഇവിടെ നല്ല ബിസി ആയിരിക്കും. എല്ലാവർക്കും വളരെ ഫ്രഷായിട്ട് മീൻ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈവൻ ജീവനുള്ള മീൻ പോലും ഇവിടെ നിന്ന് കിട്ടും. അത് വെറുതെ കിട്ടുക മാത്രമല്ല, അത് നല്ല ക്ലീനാക്കി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വളരെ കറക്റ്റായിട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇന്ന് UK-യിൽ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ബിസിനസ് നടത്തുന്നത് ഈ സീ ഫിഷ് ഹബ്ബ് തന്നെയാണ്. ഏറ്റവും ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ UK-യിൽ വരാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് സീ ഫിഷ് ഹബ്ബ് എന്നുള്ളത്. ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ കാണാം. അത്ര ബിസിയാണ്. ഇവിടെ ഒരുപാട് സ്റ്റാഫുണ്ട്, എന്നാൽ പോലും മാനേജ് ചെയ്യാൻ കഴിയാത്ത അത്രയും ബിസിയാണ്. നാട്ടിൽ മീൻ കച്ചവടം നടത്തുമ്പോൾ ഇത്രയും ബിസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ മീൻ ബിസിനസ് ഒരു അടിപൊളിയാണ്. മീൻ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നാടൻ പോത്ത്, ആട്ടിറച്ചി, കോഴി, അതുപോലെ തന്നെ നമ്മുടെ പന്നിയിറച്ചി, കാട്ടുപന്നി, മുയൽ, മാനടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന തവളക്കാലടക്കം നമ്മുടെ ഈ കടകളിൽ ലഭിക്കും. നാട്ടിൽ കിട്ടുന്ന സർവ്വതും നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ഇഷ്ട സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ മലയാളികൾക്ക് കൊടുക്കും. നാട്ടിൽ നിന്ന് ഇവിടെ മലയാളികൾക്ക് മിസ്സാകുന്ന എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അല്ല, അപ്പോൾ നിങ്ങൾ മാത്രം കച്ചവടം ചെയ്യുള്ളൂ? ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ നോക്കിയാൽ നിങ്ങൾ സഹായിക്കോ? ഉറപ്പായിട്ടും 100% ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ അടുത്തുനിന്ന് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എടുത്തു കൊടുത്ത് വിടുന്നുമുണ്ട്. 100% ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ 100% ജെന്യുവനായിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. I enjoy shopping from here. It's more like a little home away from home. Their fish is always fresh, and I get the quality of fish that I always wanted or do get right from home. I live by the shop back home, and this shop provides me the excellent type of fish. I get the quality grouper that I want at all times, and they are readily available, and I enjoy shopping here. അപ്പം നാട്ടിലെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹം നേരെ ഇങ്ങോട്ട് പോലെ കേട്ടോ. നമ്മൾ വെറുതെ പറയുന്നില്ല, ജീവനുള്ള മീൻ വരെ ഇവിടെ ഉണ്ട്. ഇനി പിന്നെ എന്താ, പോത്തിറച്ചി ഉണ്ട്, മാനിറച്ചി ഉണ്ട്, തവളക്കാലുണ്ട്, എന്താണ് ഇല്ലാത്തതെന്ന് പറയാനുണ്ടോ ബുദ്ധിമുട്ട്. അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. കൂടാണ്ട് നമുക്കാർക്കെങ്കിലും UK-യിൽ ഇത്തരം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്ക് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ പോലെ A to Z സർവീസ് ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും, ഗൈഡ് ലൈൻ കിട്ടും, നല്ല സുന്ദരമായി ജീവിക്കാനുള്ള വഴി ഇവിടുത്തെ ആളുകൾ പറഞ്ഞു തരും ചെയ്യും. എല്ലാ കാര്യത്തിനും ഇവർ നിൽക്കുന്നുണ്ടെന്ന് എല്ലാ സർവീസിനും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നേരെ ഇങ്ങോട്ട് പോരെ നമ്മുടെ സീ ഫിഷ് ഹബ്ബ് നമുക്കൊരു ജീവിതമാർഗവും നല്ല ഫുഡ് കിട്ടാവുന്ന ഒരു അടിപൊളി സെൻ്ററാണ്.
അപ്പോൾ ഇന്നത്തെ സീ ഫിഷ് ഹബിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു ബിസിനസ് വാർത്തയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്.